നോമ്പ് കാലമാണ്, ഉത്സവകാലമാണ്. എന്നാൽ പിന്നെ രണ്ടിനെയും ആഘോഷം ഒരുമിച്ചാക്കിയാലോ? കോഴിക്കോട് താവണ്ടി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്രയും മനോഹരമായൊരു മതത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കാഴ്ച. എന്താണ് ഇങ്ങനെയൊരു നോമ്പ് തുറ, ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ചൊരു നോമ്പ് തുറ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇതിലേക്ക് എത്തിയത്? സാധാരണഗതിയിൽ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പക്ഷേ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഇഫ്താർ മീറ്റാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഇതുപോലെ ഒരു ഇഫ്താർ നടത്തണം എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ ആലോചിച്ചപ്പം വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടി ഈ മഹല്ല് കമ്മിറ്റികളൊക്കെ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം തൊട്ടു മുമ്പ് സംസാരിച്ചത് ഇവിടുത്തെ ഒരു മഹല്ലിൻ്റെ ഭാരവാഹിയാണ്. അപ്പം മെമ്പർ സംസാരിച്ചപ്പോഴും മഹല്ല് ഭാരവാഹി സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം പകരുന്ന, ഒരു പക്ഷേ നമ്മളൊന്നും ചരിത്രത്തിൽ ഈ പ്രദേശത്ത് കാണാത്ത ഒരു പുതിയ അനുഭവമായിട്ട് ഇത് മാറുകയാണ്. ഒന്നാമത് നമ്മളൊക്കെ സൗഹൃദം എപ്പോഴും നമ്മൾ പറയുന്നതല്ലാതെ പ്രവർത്തന പദത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇടയിൽ ആലോചനകൾ നടക്കാറുണ്ട്. പക്ഷേ ഇത് പ്രകടമായ ഒരു സൗഹൃദമാണ്, ഒരു മതമൈത്രിയുടെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ദിവസമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പം ഇതുപോലെയുള്ള ദിവസങ്ങൾ ഉണ്ടാവണം. ഇത് തുടർന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. ഒരു ഇഫ്താർ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. നമ്മളുടെ ഇടകലർന്നുള്ള ഈ ജീവിതം ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ വകവ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് നിന്ന് ഞങ്ങളൊന്നാണ് എന്ന സന്ദേശം പകർന്നു നൽകാൻ കഴിയുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ആ അനിവാര്യതയാണ് ഒരു ക്ഷേത്ര കമ്മിറ്റി ഏറ്റവും മനോഹരമായി ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. കേരളം എപ്പോഴും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണിത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെക്കുറിച്ച് നമുക്കറിയാം. എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയും എല്ലാവരോടൊപ്പം ചേരുകയും ചെയ്യുന്ന വലിയൊരു വിശാല മനസ്സുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കാപ്പാട് തന്നെ നമുക്കറിയാം, അധിനിവേശത്തിൻ്റെയും അതോടൊപ്പം പല മതമൈത്രിയുടെയൊക്കെ വലിയൊരു മകുടോദാഹരണം ഇവിടെ ഒരു ചരിത്രപരമായിട്ട് കാപ്പാടിനുണ്ട്. അപ്പോൾ ആ ഒരു കാപ്പാടിൻ്റെ ആ ഒരു ചരിത്രത്തെ അന്വർത്ഥമാകുന്ന തരത്തിൽ ആ തലമുറയിലെ അവർ കൈകാര്യം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ചോർന്നു പോയിട്ടില്ല എന്ന് പുതിയ തലമുറക്ക് കൈമാറി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ താവണ്ടി ക്ഷേത്ര കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഈ മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ തുരുത്തുകളായി മാറിപ്പോകുന്ന ഒരു സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ്, കൊടുക്കലും വാങ്ങലുമാണ്, പരസ്പരം സ്നേഹം പങ്കുവെക്കലാണ് ജീവിതം എന്ന വലിയൊരു സന്ദേശമാണ് ഈ ഒരു പരിപാടിയിലൂടെ ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഞങ്ങളിതൊക്കെ ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാപ്പാട് ഈ ക്ഷേത്രത്തിൽ വളരെ കാലമായി ഇവരൊക്കെ ഒരുമിച്ച് ഉത്സവങ്ങൾ കൊണ്ടാടിയിരുന്നൊരു സ്ഥലത്താണ്. 3 വർഷമായി ഇവർക്ക് ഒരുമിച്ച് ഈ നോമ്പുകാല ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതിനൊരു പകരമായിട്ടാണ് ഇങ്ങനെയൊരു നോമ്പ് തുറ സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ എല്ലാ സഹോദരരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എല്ലാവർക്കും സന്തോഷം തന്നെയാണ്, ഞങ്ങൾക്കും സന്തോഷമാണ്, അഭിമാനമാണ്. ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാ ആഘോഷങ്ങൾക്കും കൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. വളർന്നു വരുന്ന കുട്ടികളിലേക്ക് കൂടി ഇത് വളർന്ന് ഇനി വരുന്ന തലമുറയും ഇങ്ങനെ കണ്ടുപഠിക്കണമല്ലോ. അതുപോലെ നല്ലതിൽ കൊണ്ടുപോകാനും നമ്മളിതുപോലത്തെ എല്ലാവരും സഹകരിക്കാനും നമുക്ക് കഴിയട്ടെ. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു പലതിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മതസൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ. കാപ്പാട് എല്ലാവർക്കും ഒരു വലിയ നല്ലൊരു സന്ദേശം നൽകട്ടെ. ഈ ഒരു നോമ്പ് കാലത്ത്, ഉത്സവകാലത്ത് വലിയൊരു സന്ദേശം നൽകട്ടെ. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയട, മീഡിയ 1, കോഴിക്കോട്.